Hi friends, welcome to Sri Lanka Unnithan's World. This is the third part of our trip Tiruvalla to Calicut. ഇപ്പം നമ്മൾ ഒരു അടുത്തൊരു ബ്ലോക്കിലാണ്. ഒരുപാട് ആനവണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഒരു പൂരം നടക്കുകയാണെന്ന് തോന്നുന്നു. ദാ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ചുമന്ന വണ്ടി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വണ്ടിയാണ്. ശ്രീഭദ്ര എന്നുള്ള വണ്ടി, അത് രാമരാജാവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ പൂരത്തിന് വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഒന്ന് കാണണമെന്നാണ്. ദാ അതിൽ രാമരാജാവ് എന്ന് എഴുതി വെച്ച വണ്ടി. അതുപോലെ തന്നെ ചിറക്കൽ കാളിദാസന്റെ വണ്ടി കണ്ടു, മച്ചാടെ വണ്ടി കണ്ടു കുറച്ച്. അതുപോലെ പുതുപ്പള്ളി കേശവന്റെ വണ്ടിയുണ്ട്. ഒരു 10-15 ആനവണ്ടികൾ കണ്ടു. ഇതാണ് ശ്രീഭദ്ര രാമചന്ദ്രന്റെ വണ്ടിയാണ്. അതുപോലെ തന്നെ ദേവിദാസനും ഉണ്ടെന്ന് തോന്നുന്നു. റോഡ് ബ്ലോക്ക് ആണ്. ഹായ് ഫ്രണ്ട്സ്, മൈ ഹിന്ദി സബ്സ്ക്രൈബേഴ്സ്, ദിസ് ഈസ് ദ പൂരം. पूरम इज द वन ऑफ द इट्स ए फेस्टिवल. अपना हिंदी में जात्रा बोलते हैं ना, एक एक गांव वाले का जात्रा होते है, वैसा है. एक एक पर्टिकुलर गांव वाले का जात्रा रहते, सब एक जगह जमा हो जाता है. तो ये है ये हाथी है. हाथी के ऊपर ये है भगवान है. ये कौन सा हाथी है? आई कुड नॉट रिकग्नाइज. एक छोटा सा हाथी है. ചെറിയ ആനയാണ്. ഏതാനയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മുമ്പിൽ നമ്മൾ ഹൈറ്റുള്ള 2-3 ആനകളെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചിറക്കൽ കാളിദാസൻ ഏതാണ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഹൈറ്റുള്ള ആനകളിൽ ഒന്ന് ചിറക്കൽ കാളിദാസനാണ്, ഒന്ന് പുതുപ്പള്ളി കേശവനാണ്. ഫ്രണ്ട്സ്, ദീസ് ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ ആൻഡ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, ദേ ഓൾ ആർ വെരി ഫേമസ് एलिफेंट्स इन केरला. एक थोड़ा सा उनका अपीयरेंस के लिए लाखों रुपया देना पड़ता है. ये कौन सा भी है. एक बड़ा हाइटेड हाथी आ रहे सामने से. रोड ब्लॉक है. ആക്ച്വലി ഇവിടെ മേളം നടക്കുകയാണ്, പഞ്ചവാദ്യം നടക്കുന്നുണ്ട്. വലിയൊരു പൂരമാണെന്നാണ് തോന്നുന്നത്. എയ്യാൽ പൂരം, അത് കുന്നംകുളം ഭാഗത്താണ്. അവിടെ എഴുതി വെച്ചിട്ട് കണ്ടു എയ്യാൽ പൂരമാണെന്ന്. നമ്മൾ അറിയാതെ ഈ വഴിയെ വന്നാണ്. റോഡ് മുഴുവൻ ബ്ലോക്കാണ്. ഇറങ്ങിയെടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് വണ്ടി നിർത്താനുള്ള ഒരു സൗകര്യമില്ല. നമ്മൾ ആക്ച്വലി കാറിന്റെ ജനലിൽ കൂടെയാണ് ഇത് എടുക്കുന്നത്. പഞ്ചവാദ്യം നല്ല തകർത്ത് കൊട്ടുകയാണ് അവര്. Friends, this is called Panchavadyam. This is a particular type of മേളം. വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുകളാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. പുറത്തിറങ്ങാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ കിട്ടുന്ന പോലെ എടുക്കാം. തൊട്ട് ആളുകൾ വരികയാണ്. ആളുകൾ റോഡിൽ കൂടി നിൽക്കുകയാണ്. ദാ ഒരു ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ആന വരുന്നുണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് ചിറക്കൽ കാളിദാസൻ. ഏതായാലും രാമചന്ദ്രനല്ല, രാമചന്ദ്രനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ കിഴക്കേ മുറിയുടെ ഭാഗമായിട്ട് വരുന്നത് കിഴക്കേ മുറി ദേശത്തിൻ്റെത് പുതുപ്പള്ളി കേശവനാണ്. ഇത് ആരാണെന്ന് ആദ്യം ഞാൻ ഓർത്തു രാമചന്ദ്രനാണെന്ന്. പക്ഷെ രാമചന്ദ്രനല്ല, ഇത് ചിറക്കൽ കാളിദാസനാണെന്ന് തോന്നുന്നു. നെറ്റിപ്പട്ടം കെട്ടിക്കഴിഞ്ഞാൽ ആനയെ തിരിച്ചറിയാൻ ഒരു മാർഗവും ഇല്ല. തെറ്റിപ്പട്ടം കെട്ടിയാലും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മളുടെ രാമചന്ദ്രനെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ പാമ്പാടി രാജനെ അറിയാം. അതും അടുത്ത വരുന്ന ആനയും നന്നായിട്ട് ആയിട്ടുള്ള ഒരു ആനയാണ്. രാമനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്ക്. രാമനെ കാണണമെങ്കിൽ രാമേട്ടനെ കാണണം. രാമേട്ടനും ഇല്ല കൂട്ടത്തില്. ഏതായാലും വളരെ ഫേമസ് ആയിട്ടുള്ള ആനകളാണ് ഈ പൂരത്തിൽ പങ്കെടുക്കുന്നത്. ദാ ഇതും നല്ലൊരു ആനയാണ്. നാലഞ്ച് ആനകൾ വരിയായിട്ടുണ്ട്. കിഴക്കേ മുറിയുടെ ബോർഡുണ്ട്. കിഴക്കേ മുറിക്ക് പുതുപ്പള്ളി കേശവനാണ് എത്തുന്നത്. റോഡ് മുഴുവൻ ബ്ലോക്കാണ്. എന്നാലും പൂരം കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ദാ അടുത്ത ഒരു വലിയ ആന വരുന്നുണ്ട്. ഇതാണ് പുതുപ്പള്ളി കേശവൻ. കിഴക്കേ മുറി എന്നാണ് എഴുതി വെച്ചേക്കുന്നത്.
കേശവനാണത്. രാമനെ കാണാത്തതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. വണ്ടി നിർത്താൻ ഒരു മാർഗമില്ല, അല്ലായിരുന്നേ പോയി രാമനെ ഒന്ന് കണ്ടിട്ട് വരാമായിരുന്നു. ഇത് അടുത്ത ആന വരുന്നു. 3-4 ആനയുടെ അകമ്പടിയോടെയാണ് കേശവൻ വരുന്നത്. So I am winding up the video.